കൊട്ടാരക്കരയിൽ വിദ്യാഭ്യാസ കോൺക്ലേവ് സംഘടിപ്പിച്ചു. AI മേഖലയിൽ ഉയർന്നുവരുന്ന സാധ്യതകളും മാറുന്ന തൊഴിൽ സാഹചര്യങ്ങളും നൈതിക വിഷയങ്ങളും കോൺക്ലേവിൽ അവതരിപ്പിച്ചു. ഡിസൈർ 2025 എന്ന പേരിലാണ് കൊട്ടാരക്കര ഗവൺമെന്റ് ഹയർ സെക്കൻഡറി സ്കൂളിൽ കോൺക്ലേവ് നടത്തിയത്. മന്ത്രി KN ബാലഗോപാൽ ഉദ്ഘാടനം ചെയ്തു. നിർമ്മിത ബുദ്ധി സാങ്കേതിക വിദ്യ വന്നതോടെയുള്ള വിവരങ്ങളുടെ കുത്തൊഴുക്കിൽ വിദ്യാർത്ഥികൾക്ക് ആശയക്കുഴപ്പമുണ്ടാക്കാതെ മാർഗനിർദ്ദേശം നൽകാൻ ഡിസൈനർ 2025 പോലുള്ള ഉദ്യമങ്ങൾ സഹായകമാണെന്ന് മന്ത്രി KN ബാലഗോപാൽ പറഞ്ഞു. മാറുന്ന ലോകത്തിനനുസൃതമായി അടിസ്ഥാന സൗകര്യങ്ങൾ ഉൾപ്പെടെയുണ്ടായ മാറ്റങ്ങൾ കേരളത്തിലും വന്നുവെന്നും അദ്ദേഹം പറഞ്ഞു. കൊട്ടാരക്കര ഗവൺമെന്റ് ഹയർ സെക്കൻഡറി സ്കൂളിൽ സംഘടിപ്പിച്ച കോൺക്ലേവ് ഉദ്ഘാടനം ചെയ്യുകയായിരുന്നു മന്ത്രി. പരിപാടി സംഘടിപ്പിക്കുന്നത് ഡിസൈർ എന്ന പേരിലുള്ള ഡിസൈർ 2025 എന്ന പേര് സംഘടിപ്പിക്കുന്നത് വളരെ പരിമിതമായ സമയം കൊണ്ടാണ്, പരിമിതമായ സൗകര്യങ്ങൾ കൊണ്ടാണ്. അത് ഞാനിവിടെ പറയുകയാണ്. കാരണം 500 കുട്ടികൾ പങ്കെടുക്കുന്ന ഒരു പരിപാടിയാണ് ആരംഭിച്ചത്. കേരളത്തിലെ ഏറ്റവും കൂടുതൽ മെച്ചപ്പെട്ട റിസൾട്ട് കിട്ടിയത് കൊട്ടാരക്കര വിദ്യാഭ്യാസ ജില്ലയ്ക്കാണ്. നാടിനെ ശക്തിപ്പെടുത്തുന്നതിന് സാങ്കേതിക വിദ്യയിൽ നിപുണരായ യുവതയുടെ സേവനം പ്രയോജനപ്പെടുത്താനാകണമെന്നും IT രംഗത്ത് കൊട്ടാരക്കര പ്രധാന കേന്ദ്രമാകുമെന്നും പുതുതായി ആരംഭിക്കുന്ന IT പാർക്ക്, സോഹോ കമ്പനി നെടുവത്തൂരിൽ ആരംഭിക്കുന്ന IT കേന്ദ്രം, വർക്ക് നിയർ ഹോം പദ്ധതി എന്നിവ തൊഴിൽ നൽകുന്നതിനോടൊപ്പം പുതുതലമുറയുടെ നൈപുണ്യ വികസനം ഉറപ്പാക്കുമെന്നും മന്ത്രി കൂട്ടിച്ചേർത്തു. രമ്യ ഗിരിജ, അമർരാജൻ, ഡോക്ടർ അരുൺ സുരേന്ദ്രൻ, ഷിബു KN, ശങ്കരി ഉണ്ണിത്താൻ, നിസാറി മഹേഷ്, ശ്രീകുട്ടി OU, കുക്കു പരമേശ്വരൻ തുടങ്ങിയവർ വിദ്യാർത്ഥികളോട് സംവദിച്ചു. കൊട്ടാരക്കര നിയോജക മണ്ഡലത്തിലെ വിദ്യാഭ്യാസം, കൃഷി, നൈപുണ്യ വികസനം, വ്യാവസായിക സാംസ്കാരിക മേഖലകളുടെ വികസനം മുൻനിർത്തി ആവിഷ്കരിച്ച സമഗ്ര പദ്ധതിയുടെ ഭാഗമായാണ് കോൺക്ലേവ് സംഘടിപ്പിച്ചത്. നിയോജക മണ്ഡലത്തിലെ 32 സ്കൂളുകളിൽ നിന്നായി 1000-ഓളം വിദ്യാർത്ഥികൾ പങ്കെടുത്തു. ന്യൂസ് ബ്യൂറോ, കൊട്ടാരക്കര.